യെസ്, നമുക്ക് ഈ ആഴ്ച കുറേയധികം കൂടുതൽ ന്യൂസും അപ്ഡേറ്റ്സും എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഈ ഈ മാസം തന്നെ നമ്മൾ എടുത്തു നോക്കിന് 3 ബ്രഹ്മാണ്ഡമാണ് പടങ്ങൾ ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ പടം ഓൾറെഡി ഇറങ്ങി, നമ്മൾ ഓരോരുത്തരും കണ്ടാണ് അതിന്റെ അവസ്ഥ എന്താ എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇനിയിപ്പോൾ നമുക്ക് എന്താണെങ്കിലും വേറെ 2 പടങ്ങൾ കൂടി തന്നെയാണ് നമുക്ക് വരാൻ പോകുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് വേറെ കുറേ ഹോളിവുഡിന്റെ ഭാഗത്ത് ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യം പറഞ്ഞ് എനിക്കറിയാം നിങ്ങൾക്കും അധികം സമയമൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മുടെ ഈ അടുത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ജുറാസിക് വേൾഡ് റീബർത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്പണിംഗ് ഡേറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായ തന്നെയായിരുന്നു. ആദ്യത്തെ 1-2 ദിവസമൊക്കെ പടം നല്ല രീതിയിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ബോക്സ് ഓഫീസിലേക്ക് നോക്കിയിട്ട് നേരെ താഴത്തേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണേ. അതിന്റെ കാര്യം എന്താണെന്ന് ഒരു കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. സോ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ജുറാസിക് വേൾഡ് റീബർത്തിന്റെ റിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് MCUയിൽ വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ ബോറാട്ട് ആയിരുന്നു നമ്മൾ ഇത്രയും നാളും പ്രതീക്ഷിച്ചിരുന്ന മെഫിസ്റ്റോ. യെസ്, സാഷ ബാരൻ തന്നെയാണ് മെഫിസ്റ്റോ എന്നുള്ളൊരു കാര്യം അയൺ ഹാർട്ട് സീരീസിന്റെ എൻഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഷാഷ ബാരൻ മെഫിസ്റ്റോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് ഒഫീഷ്യലി അയൺ ഹാർട്ട് സീരീസ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീസെന്റ് റോബർട്ട് ഡൗണി ജൂനിയർ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു റേസിസ്റ്റ് ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ നിങ്ങൾ ഓരോരുത്തരും റേസിസ്റ്റ് ആണോ? ഇങ്ങനെ പുള്ളി ഇതിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി തന്നെ ഒരു സ്റ്റോറി ഇടാൻ തന്നെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് പുള്ളിക്കാരൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് തന്നെ. ഇത് തികച്ചും ഒരു MCUവിന്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മെഫിസ്റ്റോയെ ഈ ഒരു സീരീസിനകത്ത് കുത്തിക്കയറ്റാനും ആൻഡ് അതുകൂടാതെ തന്നെ RDJ കൊണ്ട് ഇതേപോലത്തെ കാര്യങ്ങളും പറയിപ്പിക്കുകയാണെന്നുള്ളൊരു കാര്യം. നിങ്ങൾ ആക്ച്വലി ഈ ഒരു സീരീസ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് കഴിഞ്ഞിട്ട് ഈ ഒരു സീരീസ് കാണാൻ ഈവൻ മെഫിസ്റ്റോ വന്നിട്ട് പോലും എനിക്ക് പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. സോ നമുക്ക് മറ്റൊരു വലിയ അപ്ഡേറ്റ് ഡെക്കോട്ട ജോൺസന്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ടൊരു ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ തന്നെ താല്പര്യം ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇത് കുറച്ചും കൂടി ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ളൊരു ഫിലിം ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഡെക്കോട്ട ജോൺസൺ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ മാഡം വെബ് ഫിലിം ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കുമോ ഇല്ലയോ? അത് പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ ഗെയിമിംഗ് ന്യൂസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യെസ്, GTA 6 കുറിച്ച് ഫൈനലി ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, റോക്സ്റ്റാർ ഗെയിംസ് ഇപ്പോൾ അവർ പുതിയതായിട്ട് റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആ ഒരു ഡേറ്റിൽ അവർ നല്ല രീതിയിൽ തന്നെ കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഡിലേ സംഭവിക്കാൻ പോകുന്നില്ല. അതായത് നമ്മൾ സൈബർ പങ്കിലൊക്കെ കുറേയധികം ഡിലേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒന്നും സംഭവിക്കില്ല. ഇത് ഫൈനലായിട്ടുള്ളൊരു റിലീസ് ഡേറ്റ് തന്നെയായിരിക്കും. മെയ് 2026 നമുക്ക് എന്താണെങ്കിലും ഗെയിം കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ അവർ ഏകദേശം കൺഫേം ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ആഴ്ച ഇറങ്ങാൻ പോകുന്ന ജെയിംസ് ഗണ്ണിന്റെ പുതിയ സിനിമയായിട്ടുള്ള സൂപ്പർമാനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ അതിന്റെ റിവ്യൂസിനെ കുറിച്ച് നമുക്ക് പറയാം. കാരണം നേരത്തെ നമ്മൾ ആക്ച്വലി ജുറാസിക് പാർക്ക് ഇറങ്ങിയപ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. കിടലനാണ്, മറ്റാണ്, മാങ്ങയാണെന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പടം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ കിടക്കുന്ന സാധനം എന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് സൂപ്പർമാന്റെ റിവ്യൂ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ പ്രീമിയർ കഴിഞ്ഞതിന് ശേഷം ഒരു 45 മിനിറ്റ്സ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫാൻസ് ഒക്കെ കണ്ടിന്യൂട്ട് പറയുന്ന ഹെൻറി കാവലിന്റെ മാൻ ഓഫ് സ്റ്റീലിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സിനിമയാണ് ഇത്, ജെയിംസ് ഗണ്ണിന്റെ പുതിയ സൂപ്പർമാൻ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതും എങ്ങനെയായിരിക്കും എന്നൊരു കാര്യം അറിയെങ്കിലേ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനും വലിയൊരു ജഡ്ജ്മെൻറ്റിലൊന്നും ഞാൻ വയ്ക്കുന്നില്ല. ഞാൻ ഓപ്പൺ ആണ്. ഞാൻ പടം കാണാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് കൂടി തന്നെയാണ്. ആൻഡ് അത് കൂടാതെ തന്നെ ഈയിടയ്ക്ക് ഡേവിഡ് കോൺസ്വീറ്റ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു. അതേതെന്ന് പറഞ്ഞാൽ ഹെൻറി കാവിലോ, അത് കൂടാതെ തന്നെ ഇപ്പോൾ ഈ ഒരു സീരീസിനകത്ത് സൂപ്പർമാനായിട്ട് വന്നിട്ടുള്ള ടൈലർ ഹെക്ലിൻ ആണെങ്കിലും ഇവർ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് പുള്ളിക്കാൻ എന്തെങ്കിലുമൊക്കെ ടിപ്സ് പറഞ്ഞു തരും സൂപ്പർമാൻ ആകാൻ എന്നുള്ളൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ രണ്ടും ഒരൊറ്റ ടിപ്പ് പോലും നമ്മുടെ പുതിയ സൂപ്പർമാന് കൊടുത്തില്ല എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. പക്ഷെ എന്നാലും അവരായിട്ട് ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ടു ഇറ്റ് ആണ് ഡേവിഡ് കോൺസ്വീറ്റ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് തന്നെ. പിന്നെ സൂപ്പർമാൻ ഇപ്പം അടുത്തിടയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കിടിലനായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തന്നെ അവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാനിക്യൂൻ ചാലഞ്ച്, റീൽസ് ഇടുന്നത്, അവിടെ ഇവിടെയൊക്കെ ഭയങ്കര ഒരു ഹെവി ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ജെയിംസ് ഗണ്ണിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ജൂലൈ 11 നമുക്കറിയാം പടം നല്ലതായിരിക്കുമോ അതോ മറ്റൊരു DC ദുരന്തമായിരിക്കുമോ എന്നുള്ളൊരു കാര്യം. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ പ്രീ ബുക്കിംഗ് ടിക്കറ്റ് പ്രീ ബുക്ക് ചെയ്യാനുള്ളൊരു ഇത് എന്താണെങ്കിലും സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ ഫാമിലി മാൻ്റെ കുറച്ചധികം ഫാമിലി ന്യൂസിലേക്കാണ് നമുക്ക് കിടക്കാം. മറ്റൊന്നുമല്ല, നമ്മുടെ വിൻ ഡീസലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസിനെയും കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് വിൻ ഡീസൽ ഈയിടയ്ക്കുള്ള ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ ലാസ്റ്റത്തെ സിനിമയ്ക്കകത്ത് നമുക്ക്
പോൾ വാക്കറിനെ അവർ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുള്ളിക്കാരൻ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞത്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ഡീപ് ഫേക്സ് ആണെങ്കിലും ഒക്കെ ഒത്തിരി രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്യാരക്ടറിനെ DH ചെയ്യിക്കാനാണെങ്കിലും ആ ഒരു ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരാനാണെങ്കിൽ, കാരണം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ലാസ്റ്റ് സീന്. പക്ഷെ അത് പുള്ളിക്കാരൻ്റെ അനിയൻ തന്നെയായിരുന്നു അതിന് വേണ്ടിയിട്ട് ബോഡി ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ, പക്ഷെ അവർ ഫേസ് മാത്രം സ്വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വിൻ ഡീസൽ പറയുന്നത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ അവസാനത്തെ ഫിലിം, ആ ഒരു സാഗ കൺക്ലൂഡ് ചെയ്യുന്ന ഫിലിമിനകത്ത് പോൾ വാക്കറിനെ അവർ തിരിച്ചു കൊണ്ടുവരും. അത് ഈ ഒരു ബ്രദർഹുഡിന്റെ ഒരു ഫൈനൽ ഗുഡ് ബൈയും കൂടി ആയിരിക്കും എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷെ എന്നോട് ചോദിക്കണേ ഞാൻ ഇപ്പോഴും പറയും, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7 ആ 2 കാർ ഇങ്ങനെ പോകുന്ന ആ സീന്, എൻ്റെ പൊന്നോ, അത് ഞാൻ തിയേറ്ററിൽ നല്ല രീതിയിൽ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻ തന്നെയായിരുന്നു. ജെയിംസ് ഗൺ അല്ല, ജെയിംസ് വാൻ ആ ഒരു സിനിമ പൊളിച്ചടുക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു പാട്ടാണെങ്കിലും ആ ഒരു സീനാണെങ്കിൽ തന്നെ ആ ഒരു സാധനം ഇനി ടോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഡിജിറ്റലി ഡീഫേക്ക് അല്ലെങ്കിൽ AI കൊണ്ടിട്ടുള്ളൊരു പോൾ വാക്കറിനെ നിങ്ങൾക്ക് കാണണോ വേണ്ടിയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യൂ. നമുക്കറിയാം ടോം ഹോളിന്റെ പുതിയ സിനിമയായിട്ടുള്ള സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഇപ്പോൾ പ്രീ പ്രൊഡക്ഷനിലാണ് ആ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം തന്നെ. അതിന്റെ ഇടയിൽ തന്നെ ഇതിന്റെ മുമ്പ് പുള്ളിക്കാരന്റെ സിനിമകൾ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ജോൺ വാട്സ്, അതായത് നോവേ ഹോമിന്റെ ഒക്കെ ഡയറക്ടർ, പുള്ളിക്കാരൻ ഈയിടയ്ക്ക് വലിയൊരു കാര്യം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂവിനകത്ത്. അതായത് എന്ന് പറഞ്ഞാൽ ടോബി മെക്യൂറിനെ ആൻഡ്രൂ ഗ്രാഫിലിനെയും കുറിച്ച് തന്നെ. അതായത് നോവേ ഹോം സിനിമ ചെയ്യുന്ന സമയത്ത് അവർ സ്ക്രിപ്റ്റ് ഒക്കെ ഫിലിമിങ് ചെയ്യുന്ന സമയത്ത് തന്നെയാണെങ്കിലും അവർക്ക് അറിയായിരുന്നു ഫാൻസ്, അതായത് ടോബിയും ആൻഡ്രൂവും തിരിച്ചു വരും എന്നുള്ള കുറേയധികം സ്പെക്കുലേഷൻ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എല്ലാ ദിവസവും റെഡിറ്റിൽ പോയി നോക്കുമായിരുന്നു എന്തൊക്കെ പുതിയ ഫാൻ തിയറി ആണ് നമ്മൾ ഫാൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഭയങ്കര കുറേ ഫാൻ തിയറി ഉണ്ടായിരുന്നു. അതായത് ആൻഡ്മേ മരിച്ചു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പൊക്കത്ത് നിന്ന് ഒരു റൂഫ് ടോപ്പിന്റെ പൊക്കത്ത് പോർട്ടൽസ് ഓപ്പൺ ചെയ്തിട്ട് ഇവർ രണ്ടുപേരും വരും. അങ്ങനെയൊക്കെ ഒത്തിരി ഫാൻ തിയറി പുള്ളിക്കാരൻ വായിച്ചാണ് പുള്ളിക്കാരൻ നല്ലൊരു ഇതുണ്ടായിരുന്നു. അതായത് തന്നെ ഫാൻസ് വിധിക്കുന്ന തിയറി പോലെ ആയിരിക്കരുത് ഒറിജിനലി ഫിലിമിൽ വരുമ്പോഴേ നമ്മൾ ഇവരെ രണ്ടുപേരെയും കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഹെവിലി സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും എൻട്രി എങ്ങനെയാകണം എന്നുള്ളൊരു കാര്യം. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് നെഡ് ആ ഒരു സാധനം പോർട്ടൽ യൂസ് ചെയ്തിട്ട് നോവേ ഹോമിനകത്ത് ഇവർ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തന്നെ. സോ ഇതുകൊണ്ട് നമുക്ക് മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് നമുക്ക് മനസ്സിലാക്കാം, റെഡിറ്റിൽ ആക്റ്റീവ് ആകൂ, റെഡിറ്റിനകത്ത് പോസ്റ്റ് ചെയ്യുമോ, അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ ലീക്സ് ആണെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ആണെങ്കിലും എന്താണെങ്കിലും ഈ പറഞ്ഞ ഫിലിം പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും അത് നോക്കി വായിക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഏകദേശം ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയുള്ള ന്യൂസിൽ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം തന്നെ. ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്, കാരണം ഈ ഒരു വീക്കിനകത്ത് നമുക്ക് സൂപ്പർമാൻ സിനിമ നമുക്ക് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് അതൊരു നല്ലൊരു സിനിമയാവട്ടെ എന്ന് തന്നെ നമുക്ക് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കൂടാതെ തന്നെ ഇതിന് ശേഷം നമുക്ക് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് യെസ്, മാർവൽ അതിന് വേണ്ടിയിട്ടുള്ള വേറെ കുറേ പ്രൊമോഷൻസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയിട്ട് കുറേയധികം ചെറിയ TV സ്പോട്ട്, ചെറിയ TV ട്രെയിലറൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത് അതൊന്നും പോയി കാണരുത്. കാരണം എന്ന് പറഞ്ഞാൽ അതെല്ലാം പോയി കണ്ടാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് റൂയിൻ ആകാൻ പോകുന്നുള്ളൂ. കാരണം സൂപ്പർമാൻ സിനിമയിലും അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചറ മിനി ക്ലിപ്സ് അവർ ഇറക്കി നശിപ്പിക്കുന്നുണ്ട്. സോ മാക്സിമം സ്പോയിലേഴ്സിൽ നിന്നൊക്കെ മാറ്റി നിൽക്കുക. കാരണം ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ എൻഡിങ്ങിനകത്ത് നമുക്ക് എന്താണെങ്കിലും വലിയ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ടും വേണ്ട. അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ അവരങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കണതെന്നാണ് നമുക്ക് ചെറിയ റൂമേഴ്സ് കേട്ടിട്ടുണ്ടായിരുന്നത് തന്നെ. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.